നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാറിയ ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമായി അനിവാര്യമായി തീർന്നിരിക്കുന്നു മലയാളിക്ക് സെക്യൂരിറ്റി ജീവനക്കാരുടെ സാന്നിധ്യം. പൊതുസ്ഥലങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, തിയേറ്ററുകൾ, പാർക്കിംഗ് ഏരിയ, എന്തിന് നാട്ടിൻ പുറത്തു പോലും കല്യാണങ്ങൾക്ക് വരെ ഇന്ന് സെക്യൂരിറ്റി ജീവനക്കാരുടെ സഹായം അത്യാവശ്യമാണ്. അതിനനുസരിച്ച് പക്ഷേ പുതിയൊരു സംഘർഷ തലവും രൂപപ്പെട്ടിരിക്കുന്നു. സുരക്ഷാ ജീവനക്കാരുടെ സുരക്ഷയും ജീവനും അപകടത്തിലാക്കുന്ന അക്രമ സംഭവങ്ങളുടെ വാർത്തകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. തൃശൂരിൽ വ്യവസായി നിഷാമിന്റെ ഹീനമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചന്ദ്രബോസാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇര. നമ്മൾ ഇന്ന് ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: സെക്യൂരിറ്റി ജീവനക്കാരുടെ സെക്യൂരിറ്റി ആരുടെ ഉത്തരവാദിത്തം? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് കേരള എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KBR പിള്ള, ടോൾമൻ സന്മനസ് ഗ്രൂപ്പിന്റെ MD ശ്രീ ഷിബു, വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ശ്രീ ബെന്നി ഇമ്മട്ടി, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, ഒപ്പം പ്രേക്ഷകരും സെക്യൂരിറ്റി ജീവനക്കാരുമാണ്. ആദ്യം ശ്രീ KBR പിള്ള. ഇപ്പോൾ വളരെ കൂടുതലായി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാർക്ക് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ കഴിയുന്നു എന്നല്ല, അവർ കൂടുതൽ ആക്രമണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് നേരെ കയ്യേറ്റങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന് കാരണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കാരണം വസ്തുതയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഇഗ്നറൻസ് ആണ്. സെക്യൂരിറ്റി ജീവനക്കാർക്ക് അവരുടെ റൈറ്റ് ഉണ്ട്, സെൽഫ് ഡിഫെൻസ്. ഇപ്പം തന്നെ തൃശ്ശൂരെ ഇൻസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ അയാളെ ഉപദ്രവിച്ച ബാക്കിയുള്ളവരെല്ലാം എന്തുകൊണ്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെന്നില്ല? അവർക്ക് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പ്രധാന ജോലി സ്വന്തം സെക്യൂരിറ്റി, അതുപോലെ ആ മെറ്റീരിയൽ ആര് അവരെ നിയമിക്കുന്നോ അവരുടെ സെക്യൂരിറ്റിയാണ് നോക്കേണ്ടത്, അവരുടെ സെക്യൂരിറ്റിയാണ് നോക്കേണ്ടത്. ആ അവസരത്തിൽ ഒരാളിനെ വേണമെങ്കിൽ കൊന്നാൽ പോലും അതിന് പ്രൂവ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ലെന്നാണ്. അവർക്ക് നല്ലവണ്ണം ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കുന്ന അവസരത്തിൽ ഇത് പ്രത്യേകം പറയണം, ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ അവരെന്താണ് ചെയ്യേണ്ടത്. ഒരു സഹകരണം, സപ്പോർട്ടിങ് വേണം. തീർച്ചയായിട്ടും രണ്ട് കൂട്ടിനും നന്നായിട്ട് വേണം. അത് പ്രത്യേകിച്ച് ഏജൻസിയുടെ അണ്ടറിലാണ് ഇപ്പോൾ കൂടുതലും സെക്യൂരിറ്റി ഓരോ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഒപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ ഫ്ലാറ്റിലൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഫ്ലാറ്റ് എടുക്കുന്ന ഓരോ നിയമങ്ങളും അതനുസരിച്ച് സെക്യൂരിറ്റി ചെയ്യേണ്ടി വരേണ്ട ഒരു അവസ്ഥയിൽ നല്ലൊരു ബോധവൽക്കരണത്തിലൂടെ തന്നെ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണക്കാർക്ക് സെക്യൂരിറ്റി ജീവനക്കാരെ കാണുമ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി ഉണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറയും, രണ്ട് പ്രാവശ്യം പറയും, മൂന്നാമത്തെ പ്രാവശ്യം അവരവരുടെ തോന്നുന്ന കണക്ക് ഇട്ടിട്ട് പോകും. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മളെ തല്ലാൻ വരിക. തല്ലി രണ്ടെണ്ണം കിട്ടിയാൽ മേടിച്ച് കൂട്ടത്തിലിടും. ആരും ചോദിക്കാനില്ല. ഈ പറയുന്ന കമ്പനിക്കാരും കാണത്തില്ല, ഈ ശമ്പളം തരുന്ന ഈ വീട്ടുകാരും കാണത്തില്ല, ആരും കാണത്തില്ല. കിട്ടുന്നോ മേടിച്ചോണം. ഇപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് വർക്ക് ചെയ്യണത്. 68 ഫ്ലാറ്റും ഉണ്ട്, 28 പാർക്കിങ്ങും ഉള്ള അവിടെ. അപ്പോൾ ഈ രാത്രി 1 മണിക്കും 2 മണിക്കും വന്നു കഴിഞ്ഞിട്ട് വണ്ടി വന്നവർ വന്നു കഴിഞ്ഞാൽ പറയും അവന് തോന്നണടുത്ത് ഇടണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, നീ ആരാടെ ചോദിക്കുക, നീ നിൻ്റെ കാര്യം നോക്കിയാൽ എനിക്ക് സൗകര്യമുള്ളിടത്ത് ഞാൻ വണ്ടി ഇടും. നമ്മൾ ഞാൻ പറയും സാറിൻ്റെ ഇഷ്ടം പോലെ ഇട്ടോ, നമ്മൾ മാറിയെന്ന്. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒറ്റയ്ക്കാണോ ജോലി? ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 2 പേരാണ് 24 hours വർക്ക് ചെയ്യുന്നത്. 12 മണിക്കൂർ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നത് വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളോടൊരു കാര്യം നമ്മൾ താഴ്മയായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് വകവെക്കുന്നില്ല. നമുക്ക് അപ്പം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അത് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ നിന്നിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളെ അത്ര വില അവർക്ക് തരുന്നുള്ളൂ. ഗവൺമെന്റിൽ നിന്ന് ഒരു ഇതുണ്ടാവണം. കാർ അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറിയ വിളിക്കുക. പാർക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. പാർക്കിങ്ങിൽ നിന്നല്ല, എല്ലാ ഫീൽഡിലും. ഇപ്പം ഗേറ്റിലായാലും സാർ എങ്ങടെ പോണം, താൻ മിണ്ടാതിരിക്കണോ, എനിക്കിഷ്ടമുള്ളടത്ത് പോകും. എങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യണം, ഏത് തരത്തിൽ ബിഹേവ് ചെയ്യണം. എസ്പെഷ്യലി ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ലേഡീസും കുട്ടികളൊക്കെ ധാരാളം പോകുന്നുണ്ടാവും. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടൊരു ക്വാളിറ്റി വേണ്ടുന്നതാണ്. ഇപ്പം മിക്കവാറും പല ആൾക്കാരും പ്രൊഫഷണൽസ് ആയിട്ട് ആൾക്കാർക്ക് ഈ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നത്. അല്ലാതെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് സെക്യൂരിറ്റീൻ്റെ കൺസെപ്റ്റ് തന്നെ അറിയുന്നില്ല. എന്തിനാണ് ഈ സെക്യൂരിറ്റി ഉള്ളത്? ശമ്പളം വാങ്ങിക്കുക, ചിലപ്പോൾ ഒരു 10-10 മണിയാകുമ്പോഴത്തേനും ഉറങ്ങും. ഇത് ഈ സെക്യൂരിറ്റി ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ നോക്കേണ്ടത് അവിടുത്തെ ഭാരവാഹികളാവുമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ സാധാരണ സംബന്ധിച്ച് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് ടയേർഡാവാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന സെക്യൂരിറ്റികൾ ഞാൻ കാണുന്നുണ്ട്. ടൈം ചുരുക്കിക്കൊണ്ട് ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി ചുരുക്കിക്കൊണ്ടും പേയ്മെൻറ്റ് കൂട്ടിക്കൊണ്ടും മണിക്കൂറിന് ഒരു 100 രൂപ സാധാരണ സെക്യൂരിറ്റിക്ക് ആകേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതാക്കണം. പിന്നെ ഈ ചെറുപ്പക്കാരായ ആൾക്കാർ ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഗൾഫിലേക്ക് പോകണം. എന്തുകൊണ്ട്? അവിടെ സാലറി കൂടുതലാണ്, അവിടെ ടൈം 8 മണിക്കൂറുള്ള അതാണ്. ഇവിടെ ചെറുപ്പക്കാരായ സെക്യൂരിറ്റിക്കാർ സാധാരണ സെക്യൂരിറ്റിയിലില്ല. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഒരു 15 വർഷത്തോളമായിട്ട് സെക്യൂരിറ്റി ഇതാണ്. പക്ഷേ ഞങ്ങൾ ക്വാളിഫൈഡ് ആണ്. ഞാൻ റേഡിയോഗ്രാഫർ പ്ലസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞാണ്. ഇതിൽ പലരും ക്വാളിഫൈഡ് ഉള്ള സെക്യൂരിറ്റിയാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഇവർക്ക് ഒരു ക്വാളിഫൈഡ് ഇല്ല, സാധാരണ പഠിപ്പില്ല, വിവരമില്ല എന്നുള്ളൊരു ധാരണയുണ്ട്.
എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ചുകൂടി സ്പെഷ്യൽ സെക്യൂരിറ്റിയാണ്. 4 മണിക്കൂറാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം. അപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ സെക്യൂരിറ്റിക്കാർക്ക് ഡ്യൂട്ടി ടൈം 12 മണിക്കൂറാണ്. നിങ്ങൾ സന്മനസ് ഗ്രൂപ്പിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് 4 മണിക്കൂർ ജോലി ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷേ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത ആൾക്കാരാണ്. അന്ന് ഞങ്ങൾ സാഹചര്യവും മാറി ഇപ്പോൾ ഇതായതുകൊണ്ട് ഞങ്ങൾ ടൈം ചുരുക്കി കൊണ്ടുവരാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഞങ്ങളുടെ യൂണിഫോം കോസ്റ്റ് കാര്യങ്ങളെല്ലാം റേറ്റ് കൂടുതലാണ്. ഞങ്ങളുടെ റേറ്റ് ഇപ്പോൾ ഞങ്ങൾ 1250 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത് 4 മണിക്കൂറിന്. അതിൽ 1000 രൂപ ഞങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. 250 രൂപ ഞങ്ങളുടെ സേവനത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കുകയാണ്, സേവന ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ. അപ്പോൾ സാധാരണ സെക്യൂരിറ്റിക്കാർക്ക് കിട്ടുന്നത് ഒരു മണിക്കൂർ മാക്സിമം 20 രൂപ 22 രൂപയാണ് കിട്ടുന്നത്. സാധാരണ പാവപ്പെട്ട റിട്ടയർ ചെയ്ത ജീവിക്കാൻ വേണ്ടി വരുന്ന കുറച്ച് ശമ്പളം കിട്ടിയാൽ പോലും അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റാവുന്ന ഒരു വിഭാഗം സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് വരാം. അപ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ ഏറ്റവും എളുപ്പം അവരെയാണ്. കൃത്യമായി വേജസ് കൊടുക്കാത്ത ഏജൻസികളുണ്ട്. 90% അങ്ങനെ തന്നെയാണ്. നല്ല നിലയിൽ ശമ്പളം കൊടുക്കുന്ന ഏജൻസികളുണ്ട്. തിരുവനന്തപുരത്തെ IT പാർക്കൊക്കെ നല്ല നിലയിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. എറണാകുളത്തും പലതും കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കാത്ത സ്ഥലങ്ങൾ കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഭാഗം ഒരു ജീവിതമാർഗം എന്ന രീതിയിൽ വരാം. അവരിപ്പോൾ അങ്ങനെ വ്യാപാരി സംഘടനകളോ ഫ്ലാറ്റുകളോ ഒക്കെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തിനെയാണ്. അധികം സാലറി ഇല്ലാതെ ഒരു രീതിയിൽ ഒരു സെക്യൂരിറ്റി നിർബന്ധം. ആ സെക്യൂരിറ്റി വേണം. എന്താ വെച്ചാൽ ഇൻഷുറൻസ് വ്യാപാര സ്ഥാപനങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. തൃശ്ശൂരെ സംബന്ധിച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 6 മാസത്തിനിടയിൽ 2 കുഴപ്പങ്ങളുണ്ടായി. ഒരു ക്യൂ തെറ്റിച്ച് വന്ന ഒരാളെ പിടിച്ച് പുറത്താക്കിയപ്പോൾ ഒരു ടീം അങ്ങനെ തന്നെ വന്ന് അദ്ദേഹത്തെ തല്ലി. രണ്ടാമത് ഒരു സംഭവമുണ്ട്. കോഴിക്കോട് LIC ഓഫീസിന് മുമ്പിൽ ഇതേപോലെ പുക വലിച്ചിട്ട് സാമൂഹിക രോഗികളെ പിടിച്ചു മാറ്റിയപ്പോൾ വന്ന് കൈ തല്ലി ഓടിച്ച് ഇപ്പോൾ അയാൾ ആശുപത്രിയിലാണ്. 8-ാം തീയതി കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പിൽ ധർണ്ണ നടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ വരുമ്പോൾ മാത്രമാണ് ഇത് പലതും ശ്രദ്ധിക്കപ്പെടുന്നത്. സാമൂഹ്യ വിരുദ്ധരും അതേപോലെ എന്തെങ്കിലും കളവിന് വരുന്നവരും ഏറ്റവും പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റുന്ന ഇവർ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. 2-3 ആളൊന്നും ഉണ്ടാവില്ല. ജോസഫ്, അപ്പോൾ തുറന്ന് സമ്മതിക്കപ്പെടുന്ന ഒരു കാര്യം, കഴിയുന്നത്ര ചൂഷണം സാധ്യമായിട്ട് അത് നടന്നുകൊണ്ട് തന്നെയാണ് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നതും അവരെ തുടരുന്നതൊക്കെ. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണ മാത്രമാണ് പലപ്പോഴും. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, അന്നേരമാണ് എല്ലാവർക്കും ഒരു ഉണർവുണ്ടായത്. പക്ഷേ ഇതിനു മുമ്പ് തിരുവനന്തപുരം റൂറലിലെ ഒരു ജുവലറി ഷോപ്പിലെ സെക്യൂരിറ്റിക്കാരനെ കൊന്ന് കിണറ്റിലിട്ട്. ഈ ഒരു 6-8 മാസമായുള്ളൂ. ഈ സെക്യൂരിറ്റിക്കാർക്ക് അത്യാവശ്യമായിട്ട് പ്രൈവറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡിങ് ഒരു ആക്ട് ആവശ്യമാണ്. അത് വളരെ ആവശ്യമാണ്. എന്തിലെ ഇവരുടെ നമുക്ക് ലൈഫ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നാളും ഇതൊരു ഓർഗനൈസ്ഡായിട്ട് പോയില്ല? അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തുനിന്നും സെക്യൂരിറ്റിക്കാരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അപ്പോൾ ഇവർക്ക് മിനിമം 5 വർഷം സർവീസ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് വരണം, അവർക്ക് ഇൻഷുറൻസ് വരണം, അവർക്ക് മെഡിക്കൽ കോമ്പൻസേഷൻ വരണം. ഇവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇഞ്ചേർഡിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. ഡെത്ത് ആയാൽ 25 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു സംസ്ഥാനത്ത് ഒരു ട്രെയിനിങ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഇവർക്കൊരു ട്രെയിനിങ് സിസ്റ്റം വേണം, മിനിമം ഒരു ട്രെയിനിങ് സിസ്റ്റം. ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? കാരണം ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്നാണ് എല്ലായിടത്തും ക്വസ്റ്റ്യൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് പറയും, സാർ നമുക്ക് ഈ വണ്ടി ഇവിടെ ഇടരുത്, അല്ലെങ്കിൽ സാർ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി എങ്ങനെയാണ് കൊടുക്കുക? സെക്യൂരിറ്റി ജീവനക്കാർക്ക് എന്താണ് അധികാരം എന്നുള്ള ചോദ്യത്തിന് എന്താണ് അവരുടെ അധികാരം? ശരിക്കും ലീഗലി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അധികാരങ്ങളുണ്ടോ? അവർക്ക് അധികാരമുണ്ട്. സെക്ഷൻ 96 അനുസരിച്ച് നത്തിങ് ഈസ് എൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ഇൻ ദ എക്സസൈസ് ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് സെക്യൂരിറ്റി ഡിഫൻസ്. സെക്യൂരിറ്റി ഗാർഡിനെ ആക്രമിക്കുന്നുണ്ടെ ആരാണ് ആദ്യം ആക്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും ചെയ്യാം. വെപ്പൺ വെച്ചുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. അത് വെപ്പൺ ആരാ ആദ്യം ഉപയോഗിക്കുന്നത് എന്നുള്ള അതായിരിക്കും. അതിനുള്ള അധികാരം അവർക്കുണ്ട്. അത് പലർക്കും അറിയില്ല. സെക്യൂരിറ്റി ഗാർഡ്സിന് അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂർ നടന്ന മാതിരിയുള്ള ഉണ്ടാകാൻ കാരണം. സെക്യൂരിറ്റി ഗാർഡ്സിന് അതിനുള്ള അധികാരമുണ്ട്. പിന്നെ ഇതിന് എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് മാതിരി പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നും പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കുക. കേരള പോലീസിന് കീഴിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിച്ചിട്ട് ഇപ്പോഴും അത് പകുതി വഴി പോലും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ വേണം, പാർട്ടി പരിപാടികൾക്ക് വരെ പുറത്തുനിന്ന് സെക്യൂരിറ്റി ജീവനക്കാരെ എടുക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൃത്യമായ ഒരു ഇടപെടൽ വേണം എന്നുള്ളത് സർക്കാരിന് ഇനിയും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? സർക്കാരാണ് ഇതിന് ആക്ഷൻ എടുക്കേണ്ടത്. താങ്കളുടെ അസോസിയേഷൻ എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? ഞങ്ങളുടെ എല്ലാ 100% എക്സ് സർവീസുകാരാണ്. അവർക്ക്
ചെറിയൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അവർക്ക് ബേസിക്കലി ദേ ആർ ഓൾ വെൽ ട്രെയിൻഡ്. പക്ഷേ എന്നിരുന്നാലും ഈ സിവിലിൽ എങ്ങനെയെന്നുള്ള കാര്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ സൈനിക ജീവിതത്തിനിടയിൽ കിട്ടുന്ന അനുഭവങ്ങളുമായി വ്യത്യാസമുണ്ടല്ലോ ഇവർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം. പ്രത്യേകിച്ചും പൊതുജനങ്ങളുടെ ഇടയിൽ, ജനക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ ആരാണ് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന ചോദ്യം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇടപഴകാൻ ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ്ങിന്റെ അടക്കം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. അത് കൊടുക്കാറുണ്ടോ? അത് കൊടുക്കാൻ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ടോൾമെൻ സെൻമെൻസ് ഗ്രൂപ്പ് സ്പെഷ്യൽ ഡ്യൂട്ടികൾ മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഹൈറ്റാണ്. ഞങ്ങൾ 6 അടി ഹൈറ്റുള്ള ആൾക്കാരെ ഈ ഒരു ഇതിലേക്ക് ഞങ്ങൾ സെലക്ഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ടും നമ്മൾ സൈറ്റിലും നമ്മൾ ട്രെയിനിങ് എല്ലാം കൊടുക്കും. പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ ഡ്യൂട്ടിയും ഒപ്പം തന്നെ VIP ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് അവരെങ്ങനെ കൈകാര്യം ചെയ്യണം, അവർ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, ഏതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ ഈ ട്രാഫിക്കിലൊക്കെ ചില സമയത്ത് പാർക്ക് ചെയ്യരുത് അല്ലെങ്കിൽ തന്നെ ബ്ലോക്ക് ചെയ്യുമ്പോഴൊക്കെ പലരും പല രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി അത് കുറേയൊക്കെ നമ്മളുടെ നാവ് തന്നെയാണ്. സത്യത്തിൽ സെക്യൂരിറ്റി ആണെങ്കിൽ തന്നെ നമ്മൾ അവരെങ്ങനെയാണ് ഒരു പരിധി വരെ സംസാരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ ട്രെയിനിലൂടെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നിങ്ങളുടെ ഗ്രൂപ്പിനപ്പോൾ ഹൈറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. തീർച്ചയായിട്ടും. ഞാൻ 1999 ഞാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഫോഴ്സ് സ്പെഷ്യലായിട്ട് സർവീസ് അത്രയും അഫോർഡബിൾ ആകുന്ന ആളുകൾക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. VIP-കൾക്ക്, വലിയ ഫംഗ്ഷൻസിനൊക്കെ. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പോലെ സാധാരണ വ്യവസായ സ്ഥാപനങ്ങൾക്കൊന്നും അത് നിഷ്കർഷിക്കാൻ പോലും അല്ല. സാധാരണക്കാരൻ ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, അതായത് പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ട്രെയിനിങ് മസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നിശ്ചയമായൊരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പിറ്റേ ദിവസം തന്നെ അവർക്ക് ജോലിയാണ്. ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് അറിയുന്നില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന് ചെയ്യണം, ഇന്നാണ് നിയമം ഇന്ന് പറഞ്ഞ് പോരുന്നല്ലാതെ പിന്നെ അത് കഴിഞ്ഞ് മാസം കഴിഞ്ഞ് ശമ്പളം മേടിക്കാനായിരിക്കും ഈ ഏജന്റ് അവിടെ ചെല്ലുന്നത്. പൈസ കൊടുത്തിട്ട് അങ്ങനെ ഒഴിവാക്കാവുന്ന കുറേ കേസുകളൊക്കെ എന്ത് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ഉപരി നമുക്ക് എന്താ ഒരു പവർ, ഇപ്പോൾ പെർമനൻ്റ് ആയാലും ശരി, പെർമനൻറ്റ് സെക്യൂരിറ്റി ആയാലും ശരി, സ്പെഷ്യൽ സെക്യൂരിറ്റി ആയാലും ശരി, ഒരു സ്പെഷ്യൽ പവർ എന്ത് തന്നെയായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പെരുമാറുന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെങ്ങനെ അവരെ ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ചാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. സമൂഹത്തിൽ ഏറ്റവും അധികം അവഗണന നേരിടുന്ന ഒരു വിഭാഗമാണ്, തൊഴിൽ വിഭാഗമാണ് സെക്യൂരിറ്റിയിലെ. ഇത്രമാത്രം ജനങ്ങളെ ബോധവൽക്കരിക്കണം, അവർ ഞങ്ങളെ അംഗീകരിക്കണം. ഇത് ഞങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ഉള്ള ആളുകളാണ്, അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ജനങ്ങളെയും ബോധവൽക്കരിക്കണം, ഇതിൽ ജോലിയിൽ വരുന്ന ആളുകളെയും ബോധവൽക്കരിക്കണം. അത് താങ്കൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. കാരണം പൊതുജനങ്ങൾ പലപ്പോഴും നമ്മളുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്കാരുടെ അടുത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. മൊത്തത്തിൽ നിങ്ങൾക്കെതിരാക്കുന്ന ഒരു അതെ, ഞങ്ങൾ നല്ലത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നമ്മൾ സെക്യൂരിറ്റിക്കാരെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ബാക്കിയുള്ളവർ ബിഹേവ് ചെയ്യുന്നു പറയും. ഈ ഒരു ചിന്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കുണ്ടാകണം. സെക്യൂരിറ്റിക്കാരോട് അവരെങ്ങനെ ബിഹേവ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ DRDOയുടെ അടുത്താണ് സെക്യൂരിറ്റി ചെയ്യുന്നത്. അവിടെ അടുത്തൊരു ഫ്ലാറ്റിൽ അവിടെ ഒരു ലേഡി ഡോക്ടറുണ്ട്. പുള്ളിക്കാരത്തി വരുന്ന സമയത്ത് വരുമ്പോഴേ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ്. അങ്ങനെ ചെയ്തിടാത്തത് കൊണ്ട് സെക്യൂരിറ്റിക്കാരെ ആ മൊത്തം കൂടെ അവിടുന്ന് ചേഞ്ച് ചെയ്ത അനുഭവം എനിക്കറിയാൻ പറ്റും. ചെറിയൊരു അധികാരം, മൈനർ അധികാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് അവർ പറയുമ്പോൾ അവരോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇവരാരും സംഘടിതരല്ല, ഇവർ സംഘടിക്കണം. ശ്രീ ബിന്നി അമ്മട്ടി, അതായത് ആരാണോ ഇവരെ ഏൽപ്പിക്കുന്നത് അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുക്കണം. അത് വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരം. നേരത്തെ പറഞ്ഞു ഇവിടെ വണ്ടി ഇടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? പക്ഷെ ഉടമസ്ഥന് അധികാരമുണ്ട്. വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്റെ പരിധിയിൽ എന്തൊക്കെ ചെയ്യണം എന്നത് തീരുമാനിക്കാനുള്ള അധികാരം അയാൾക്കുണ്ട്. പക്ഷെ അത് കസ്റ്റമേഴ്സിനോട് കൃത്യതയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അധികാരം ഇവർക്ക് കൊടുക്കാറില്ല. ഫ്ലാറ്റുകളിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ല. സെക്യൂരിറ്റികളെ കാണുമ്പോൾ തന്നെ ചിലർക്ക് എന്തോ ഒരു ഭയങ്കര ഈഗോ ഫോം ചെയ്യുക. ഈ ഫ്ലാറ്റുകളുടെ കാര്യം അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഫ്ലാറ്റുകളിൽ സംഭവിക്കണതാ. അതേപോലെ തന്നെ കൺവെൻഷൻ സെൻ്ററുകൾ എനിക്കറിയാം, 72 ക്യാമറയുള്ള ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്. 12 മണിക്കൂർ അവിടെ നിൽക്കണം, ഒരു സെക്കൻഡ് ഇരിക്കാൻ സമ്മതിക്കില്ല അവർ. അങ്ങനെ നിന്ന് പലരും മടങ്ങിപ്പോവാം. 12 മണിക്കൂർ ഡ്യൂട്ടി നിന്നുകൊണ്ട് രാത്രിയായാലും പകലായാലും 12 മണിക്കൂർ നിൽക്കുക. അത് ഒരു സെക്യൂരിറ്റിക്കാർ, ഒരു മനുഷ്യനല്ല നിൽക്കണേ, നമ്മൾ അതും കൂടി കണക്കൂട്ടുണ്ട്. 12 മണിക്കൂർ നിൽക്കുക, ക്യാമറയിൽ എന്തെങ്കിലും കണ്ടാൽ 72 ക്യാമറ ചുറ്റുള്ളത്. അവനങ്ങനെ പലരും പിരിഞ്ഞു പോകുക, അവരെ ചൂഷണം ചെയ്യുക. ശരിക്കും ഈ എടുക്കുന്ന ഏജൻസി അല്ല, അവർക്ക് സബ് കോൺട്രാക്ട് ഏജൻസിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ അവിടുന്ന് വലിയ സംഖ്യ മേടിക്കുകയും ഇവർക്ക് കുറഞ്ഞ വേതനം കൊടുക്കുകയും ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എക്സ് സർവീസ് മാനെ അവരൊന്നും അതിന് കിട്ടില്ല. പിന്നെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റിക്കാരോട് പറയുമ്പോൾ ആ ചെടി ഒന്നും മാറ്റി വയ്ക്കുക, എക്സ് സർവീസ് മാനായി പോകാൻ പറയും. അവർ ആ നിലയ്ക്ക് നിൽക്കില്ല. ബാക്കിയുള്ളവർ അങ്ങനെയുള്ള ആളുകളെയാണ് ഇവർ പ്രിഫർ ചെയ്യണം. അപ്പോൾ ഈ പാവപ്പെട്ടവർ ഈ പറഞ്ഞ പോലെ വീടുകളിൽ നിന്ന് ജീവിക്കാൻ വഴിയില്ലാത്തവരൊക്കെ വന്ന് ഫ്ലാറ്റുകളിലും അങ്ങനെയുള്ളവർക്ക് നിൽക്കുക. അങ്ങനെയുള്ളവരെയാണ്
കൂടുതലായിട്ട് ഇവർ പ്രിഫർ ചെയ്യണത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാറ്റമാണ്. എന്താണ് ഇവരുടെ അവകാശത്തിന് തൊഴിൽ നിയമത്തിലുള്ള വ്യവസ്ഥ എന്ന് ഇരിക്കുന്ന പലർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എനിക്ക് എന്തൊക്കെ അവകാശമുണ്ട്, എൻ്റെ സെക്യൂരിറ്റി എന്താണെന്ന് സെക്യൂരിറ്റി ജീവനക്കാർക്ക് ശരിയായൊരു ബോധം ഇല്ല. അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്? താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇമ്മട്ടിയെ ഏതായാലും സെക്യൂരിറ്റിക്കാർ പിടിച്ചോണം. കാരണം സെക്യൂരിറ്റി ഭാരവായി ഇതും കൂടെ കൂടിയിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് ആഭ്യന്തരമന്ത്രിയും DGPയും കണ്ട് സെക്യൂരിറ്റിയുടെ സെലക്റ്റഡ് ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ വ്യാപാര വ്യവസായങ്ങളെ കൂട്ടിയിട്ട്, കാരണം ഇതിനകത്ത് ഞാൻ ആലോചിച്ചപ്പം ഞാൻ തിരുവനന്തപുരത്തെ പല ഫ്ലാറ്റിലും ഏജ്ഡ് ആൾക്കാർക്ക് ഈ സെക്യൂരിറ്റിക്കാരില്ല ജീവിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത 2 ഫ്ലാറ്റിലെ ആ സെക്യൂരിറ്റിക്കാർ എന്തൊരു അഫക്ഷനാണ് അവിടുത്തെ ആൾക്കാർക്ക്. സാമ്പത്തികവും കൊടുക്കുന്നുണ്ട്, എല്ലാവരും മക്കളെല്ലാം വെളിയിലാണ്. ഈ സെക്യൂരിറ്റിക്കാരില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഏജ്ഡായ പല വീടുകളിലും യൂറോപ്പിൽ അമേരിക്ക ഉള്ളവരുടെ ആ അപ്പനും അമ്മയും നോക്കുന്നത് സെക്യൂരിറ്റിക്കാരാണ് പലയിടത്തും. അത് ഇപ്പം സ്ത്രീകൾ ആണ് പലയിടത്തും സെക്യൂരിറ്റി കം ഹൗസ് മെയ്ഡ്. അപ്പോൾ നമുക്ക് വളരെയധികം ഒരു 10 ലക്ഷം പേരെങ്കിലും ഇതിനകത്ത് വരും. 10 ലക്ഷം പേരുടെ ആളുണ്ടെന്നറിഞ്ഞാൽ രാഷ്ട്രീയക്കാർ പിന്നെ അപ്പോൾ വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ മുമ്പ് അദ്ദേഹം പറഞ്ഞ 2-3 പോയിന്റ് ഞാൻ പലപ്പോഴും അഴിച്ചു. ഇപ്പം ട്രാഫിക് വാർഡന്മാരായിട്ട് റോഡുകളിലെ സ്ത്രീകൾ നിൽപ്പുണ്ട്, പുരുഷന്മാരും ഉണ്ട്. പാരാ പോലീസ് പോലെ നിൽക്കുക. അവർക്ക് ചില അധികാരങ്ങൾ, നമ്പർ കുറിച്ച് കൊടുത്താൽ അവരെ പറ്റി കേസ് രജിസ്റ്റർ ചെയ്യും, കണ്ടില്ലേ? അപ്പം സെക്യൂരിറ്റിക്കാർക്ക് ഒരു പാരാ പോലീസ് പോലെ ഒരു അധികാരം എല്ലാ പോലീസ് സ്റ്റേഷനുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവർക്ക് ചെറിയൊരു അധികാരം കൊടുക്കണം. കാരണം ഒരാളെ ചലഞ്ച് ചെയ്യാനുള്ള അധികാരം. അദ്ദേഹം നേരത്തെ കണൽ പറഞ്ഞ പോലെ തോക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തോക്കൊണ്ട് വെടിവെച്ചാൽ ഞാൻ 3 ജുഡീഷ്യൽ എൻക്വയറി ഫേസ് ചെയ്ത മനുഷ്യനാണ്. വെടിവെച്ച ആൾക്കാർ ചത്തിട്ടുണ്ട്. പക്ഷേ ജുഡീഷ്യൽ എൻക്വയറി നമ്മുടെ പേര് കേസെടുത്ത് നമ്മുടെ പേര് ജുഡീഷ്യൽ എൻക്വയറി നടത്തും. അപ്പോൾ അതിന് അധികാരമില്ല. സാധാരണ മനുഷ്യനുള്ള അധികാരം മാത്രമേ കേണൽ പറഞ്ഞ പോലെ വേറെ അധികാരമൊന്നും സെക്യൂരിറ്റിക്കാർക്കില്ല. പക്ഷേ ശകല അധികാരം വേണം. ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ അത് നമുക്ക് പോലീസിനെ കൊണ്ട് സാധിപ്പിക്കാനോ കാര്യങ്ങളോ ഉള്ളൂ. എപ്പോഴും ഒരു ആവശ്യം നിങ്ങൾക്ക് വന്നാൽ അപ്പം പോലീസിൻ്റെ രാത്രി 2 മണിയായാലും 3 കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഹെൽപ്പിന് അവർ വരണം. അപ്പോൾ ഒരു ചെറിയ അധികാരം നിങ്ങൾക്ക് വന്നാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ ഇവരുടെ സന്മനസ്സുകാരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പൊക്കം കണ്ട് പേടിച്ചിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അല്ലാതെ ഇവരുടെ പെരുമാറ്റം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കും പേടിയുണ്ട്. ഇതേ കണ്ടപ്പോൾ എനിക്ക് പേടി വന്നു. അപ്പോൾ മാറിക്കിടാന്ന് പറഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാൾ പറഞ്ഞാൽ വ്യത്യാസം വരും, എല്ലാവർക്കും വ്യത്യാസം വരും. അതിന് സമയമായി. 8-10 ലക്ഷം പേര് കേരളത്തിലുണ്ട്. ഈ ട്രാഫിക് വാർഡന്മാരെ കൂടെ കൂട്ടിക്കോളൂ. അവർക്ക് ചെറിയ അധികാരമുണ്ട്. സെക്യൂരിറ്റിയാണ് അവരും ചെയ്യുന്നത്, റോഡിലൊക്കെ നിൽക്കുന്നത്. പിന്നെ ഫ്ലാറ്റുകൾ വളരെയധികം. പിന്നെ നമ്മൾ ഇനി നോക്കണം, IT കമ്പനി, എല്ലാ IT കമ്പനിയിലും സെക്യൂരിറ്റിക്കാർ ഒന്നല്ല, അവിടെ 8-10 ടേൺ വെച്ചിട്ടാണ്. 4 പേര് ഫ്രണ്ട് റോ. ഇപ്പോൾ ശോഭാ സിറ്റിയിൽ കോഴിക്കോട് അല്ല തൃശ്ശൂർ 4 പേരായിരുന്നു ഫ്രണ്ടിൽ റോ ഉണ്ടായത്. ഒരാൾ മരിച്ചു, പക്ഷേ 4 പേരുണ്ട് അറ്റ് എ ടൈം. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ഇനി ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കാൻ സമയമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇമ്മട്ടിയെ പോലെ ആൾക്കാരെ അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആ കാര്യത്തിൽ പുതിയൊരു ഐഡിയാസ് വേണം. നേരത്തെ ഇങ്ങനെ വെല്ലുവിളി ഉണ്ടായപ്പോൾ സർക്കാർ ചെയ്തത്, സർക്കാരിന്റെ നേതൃത്വത്തിൽ CISFന്റെ മാതൃകയിൽ ഒരു സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രൂപീകരിക്കുക എന്ന് വെച്ചാൽ പോലീസിനെ ഡെപ്യൂട്ട് ചെയ്ത് അങ്ങനെ കഴിയുന്നത്ര ആളുകൾ, അതും 500 പേര്. ഇപ്പോഴും 500 പേര് പോലും തികച്ചായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-2 ബാങ്കിങ് സ്ഥാപനങ്ങൾ ഒഴിച്ച് ഇപ്പോഴും അതിന്റെ സേവനം തേടിയിട്ടുള്ള പ്രൈവറ്റ് ഏജൻസികളും ഇല്ല. എന്ന് വെച്ചാൽ സർക്കാർ പറയുന്ന ശമ്പളം കൊടുത്ത് സർക്കാർ പറയുന്ന രീതിയിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നാൽ അതിനെ മറികടക്കാനായിരിക്കും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവുക. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നമ്മൾ അതൊന്നും നോക്കണ്ട. കാരണം ഇത് ഈ 500 പേര് സെക്യൂരിറ്റിയിൽ അതല്ല നമ്മൾ വിവക്ഷിക്കുന്നത്. ആക്ച്വലി വേണ്ടത് അതല്ല. ഇത്രയും ആൾക്കാർക്ക് ചെറിയൊരു മൈനർ അധികാരം കൊടുക്കുന്ന ഒരു ആക്ട് തന്നെ സെക്യൂരിറ്റിക്കാർക്കുള്ളൊരു ആക്ട് വരണം. അതിന് സമയം അതിപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ തത്വത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇനി നടപടി എടുത്തിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ട് ഒരു ബൈലോ ഉണ്ടാകണം, ഒരു ആക്ട് ഉണ്ടാകണം സംസ്ഥാനത്ത്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ടാവും. അതുപോലെ സെക്യൂരിറ്റിക്കാരെ സേവനം ചെയ്യുന്നത് പലർക്കും മനസ്സിലാകുന്നില്ല. പോലീസിനത് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്, നാട്ടുകാർക്ക് അറിയത്തില്ല. അപ്പോൾ 9,000 രൂപ മിനിമം വേജസ് ഇവർക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിപ്പോൾ സെക്യൂരിറ്റിക്കാരാകുമ്പോൾ ട്രെയിനിങ് മറ്റേതാകുമ്പോൾ ഒരു 450-500 രൂപ മതിയല്ലോ. 500 രൂപ ഒരു ദിവസം 8 മണിക്കൂർ ജോലിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15,000 രൂപ. ഈ ആഭ്യന്തര വകുപ്പിന് ഇവർക്ക് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാന്നല്ലാതെ അത് എത്ര പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പല ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നവരാണ്. സർക്കാരിന് നേരിട്ട് ഉത്തരവാദിത്തം ഇല്ലാത്തവർക്ക് സർക്കാരിന് അങ്ങനെ എളുപ്പത്തിൽ അധികാരം കൊടുക്കാൻ കഴിയുമോ? ഗവൺമെൻറ് ഇടപെട്ട് ഓൾ ഓവർ കേരളത്തിലെല്ലാം ഒരേ യൂണിഫോം, ഒരേ റൂള് അനുസരിച്ച് ഒരേ ശമ്പളം, എല്ലാവർക്കും നല്ല ശമ്പളമായിട്ട് നല്ലപോലെ ട്രെയിനിങ്ങും കൊടുക്കണം. ഈ ഹോം ഗാർഡ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്, അവർക്ക് ചില അധികാരങ്ങളുണ്ട്. അതുപോലെ ഇവർക്കും അധികാരങ്ങൾ കൊടുക്കുകയും വേണം. ഇവർക്ക് ഈ അധികാരം ഉണ്ടെന്നുള്ളത് ജനങ്ങളും മനസ്സിലാക്കണം. സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് മാതിരി ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാക്കുക. ആ ഫോഴ്സിന് എല്ലായിടത്തും ചില അധികാരങ്ങളും കൊടുക്കണം.
ഇന്ന അധികാരം ഉണ്ടെന്നുള്ള എല്ലാവരും മനസ്സിലാക്കുകയും വേണം. എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു സംഘടന തന്നെ ആയിട്ട് വരണം. അത് പ്രൈവറ്റ് സെക്യൂരിറ്റി ഫോം ആയിട്ട് ഒരു ഫോഴ്സ് തന്നെ ഉണ്ടാവണം. കാറ്റഗറി തിരിച്ച് രജിസ്ട്രേഷൻ നടത്തി അവരവർക്ക് നിശ്ചിതമായൊരു വേതനം ക്രോഡീകരിച്ച് ഈ മേഖലയ്ക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ളവർക്ക് ഇത്ര രൂപ, അവർ ഇന്ന രീതിയിലുള്ള ആളുകളായിരിക്കും എന്നുള്ളൊരു ബോധവൽക്കരണം പൊതുവെ ജനങ്ങൾക്കിടയിലും സർക്കാരിനും ബോധ്യപ്പെട്ട് അതിനൊരു ആക്ട് കൊണ്ടുവന്ന് അതിന് വേണ്ട അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു പണിഷ്മെൻറ്റ് സിസ്റ്റം അതും വരുത്തി ഒരു ക്രോഡീകരണം. ആക്ട് വന്നാൽ ആക്ട് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാനുള്ള സംവിധാനം ഉണ്ടാകണം. ഏറ്റവും ശക്തമായി ആവശ്യപ്പെടാവുന്നത് എല്ലാ സാഹചര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഒറ്റപ്പെട്ടതല്ലെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പ്രൈവറ്റ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ്. കാരണം ഞാൻ പറയുന്നത് വലിയ അധികാരമൊന്നും കൊടുക്കണ്ട. ഇവർക്കൊരു വണ്ടി പറഞ്ഞാൽ വണ്ടി ഇന്നടത്തിൽ പാർക്ക് ചെയ്യാൻ അത് മാത്രം കൊടുക്കുക. പിന്നെ അവിടുന്ന് ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും നല്ല ഇൻഫർമേഷൻ പാസ്സാവും ചെയ്താൽ ഇപ്പം പോലീസിൽ സീക്രട്ട് ഫണ്ടുണ്ട്, അതിനൊരു റിവാർഡ് കൊടുക്കുക. ഇപ്പം പ്രൈവറ്റൈസേഷൻ്റെ യുഗമാണ്. അമേരിക്കയിൽ നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലെ എല്ലാ ജയിലും പ്രൈവറ്റ് സെക്യൂരിറ്റിക്കാരാണ് ഗാർഡ് ചെയ്യുന്നത്. അവരുടെ കാരണം ജയിലിലുള്ളവർക്ക് എല്ലാ അധികാരങ്ങളും ആ പ്രൈവറ്റ് സെക്യൂരിറ്റിക്കുണ്ട്. ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? കാരണം ക്രിമിനൽസ് മാത്രം കിടക്കുന്നതാണ് അവരുടെ സെക്യൂരിറ്റി. അവർ ചാടിപ്പോകാതിരിക്കാൻ നോക്കണം. അവർക്ക് എല്ലാ കാര്യങ്ങളും പ്രൈവറ്റുകാരാണ്. ഇപ്പം പാസ്പോർട്ടിന് വന്നോ പ്രൈവറ്റൈസേഷൻ? സർക്കാരിൻ്റെ ഒരു സംവിധാനം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ സർക്കാർ കൃത്യമായി റെഗുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായമാണ്. സർക്കാർ ഇടപെടണം, ചൂഷണങ്ങൾ അവസാനിപ്പിക്കണം, ശക്തമായ സുരക്ഷയും അവർക്ക് വേണ്ട ധൈര്യവും കൊടുക്കണം, നിയമപരമായി തന്നെയുള്ള പിൻബലം കൊടുക്കണം. അടിസ്ഥാന വേതനം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ വ്യാപാരി വ്യവസായികൾ പൂർണ്ണമായി യോജിക്കുമോ? അല്ല, ഇതില് ഞാൻ പറഞ്ഞ രീതിയിൽ 500ഓളം ഏജൻസികളുണ്ട് ഇവിടെ. ആ ഏജൻസികൾ തമ്മിൽ കിടമത്സരം എന്താ വെച്ചാൽ ഞാൻ ഇത്ര രൂപയ്ക്ക് കൊടുക്കാം, ആളെ കൊടുക്കാം, ഇന്നയാൾ ഇത്ര രൂപയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഒരു മെയിൻ ഏജൻസി എടുത്ത് സബ് ഏജൻസി കൊടുക്കും, സബ് ഏജൻസി വേറെ ഏജൻസി കൊടുക്കും. അങ്ങനെ ഒരു കുഴപ്പം നടക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഇതിനു വേണ്ടി സേവനത്തിന് വരുന്നവരും ഒന്ന് സൂക്ഷിക്കണം. അവർ മദ്യപിച്ച് വരുന്ന പല റിപ്പോർട്ടുകളും പല സ്ഥലത്തും വരുന്നുണ്ട്. മദ്യപിക്കുക, വരുന്നവരെ ഈ പറഞ്ഞ പോലെ അവരോട് എതിർക്കുക, അങ്ങനെയൊക്കെ വരുന്നൊരിതുണ്ട്. അതും കൂടി നമ്മൾ ഇവരെ കൊണ്ടുവരുമ്പോൾ ബോധവൽക്കരണം നടത്തി നല്ല ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ഇല്ലാത്തവരെ മാത്രമേ ഈ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രായം ചെന്നവർക്ക്, അവശത അനുഭവിക്കുന്നവർക്കൊക്കെ ആശ്രയം കൂടിയാണ്. അത് തീർത്ത് ഇല്ലാതാക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവരും നല്ല ആരോഗ്യമുള്ള പോലീസിനെ പോലെ ഫിസിക്കലി ഫിറ്റായവർ തന്നെ എല്ലാ ജോലിക്കും വേണ്ടി വരില്ല. ചിലയിടത്ത് സാന്നിധ്യം മതിയാകുമെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കണം. ഇപ്പോഴുള്ള ആളുകളെ തന്നെ പല വിഭാഗങ്ങളായി തിരിച്ച് സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇൻഡസ്ട്രീസിനുണ്ട്, ഫ്ലാറ്റ്സിനുണ്ട്, അങ്ങനെ പലയിടത്തും പല രീതിയിലുള്ള സെക്യൂരിറ്റി ആവശ്യം. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി നല്ല സ്റ്റാൻഡേർഡിലുള്ള ഒരു ഗ്രൂപ്പാകാം. പിന്നെ കുറച്ചുകൂടെ ഒരു ഇടനിലക്കാർ, പിന്നെ ഏറ്റവും താഴ്ന്ന നില എല്ലാവർക്കും വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ സെക്യൂരിറ്റി നടത്തുന്ന അങ്ങനെയുള്ളവരെ ഇടാം. പക്ഷേ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു റൂള് വേണം. ഏജൻസി കീഴിൽ പോകുന്ന സെക്യൂരിറ്റി ആണെങ്കിലും അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അടയാളം, നമുക്ക് നമ്മുടെ യൂണിഫോം ഏത് കളറായിക്കോട്ടെ, പലരും പല കളറിലാണല്ലോ കമ്പനി കൊടുക്കുന്നത്, എന്തെങ്കിലും ഒരു അംഗീകൃതമായിട്ടുള്ളൊരു നിയമം പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ അധികാരം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും എനിക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനും വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിനും. നമ്മുടെ സെക്യൂരിറ്റി സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അവസാനമായി പങ്കുവെക്കാനുള്ളത്. ഞങ്ങൾ ഒരു ദിവസം സമൂഹത്തിൽ ഇല്ലാതായാൽ ഉണ്ടാകുന്നത് എന്തായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? കാരണം കേരളം ആദ്യം തിരിച്ചറിയേണ്ടത് സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാർ നൽകുന്ന സേവനത്തിന്റെ വില തന്നെയാണ്. അവർക്കാവശ്യമായ സുരക്ഷ ആദ്യം ഒരുക്കണം. അതിന് അതിഥികൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചതുപോലെ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ആക്ട് വളരെ അത്യാവശ്യമായി കൊണ്ടുവരണം എന്ന പൊതു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് നിയമപൂർവ്വമാകുന്നു. നമസ്കാരം.